ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതുമായ ഒരു മന്തിയുടെ റെസിപ്പിയാണ്. അപ്പം നിങ്ങൾ പലരും മന്തി ചെയ്യാറുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണേ. അപ്പം ഞാൻ ഈ ഒരു മന്തി എങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് നോക്കാം. ആദ്യം ഞാൻ മന്തിയുടെ മസാല തയ്യാറാക്കാനായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലി ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്, നല്ല ജീരകം. അപ്പോൾ 2 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. എനിക്ക് അത്ര ഫ്ലേവർ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് അത്രയും ചേർത്തത്. അതിന് 1 സ്പൂണോളം ഗ്രാമ്പു ചേർത്തു. പിന്നെ ഒരു ഉണക്ക നാരങ്ങ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് പൊടിക്കാത്ത കുരുമുളക് ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ ഇതിലേക്ക് 1 സ്പൂണ് പട്ട ചെറിയ പീസാക്കിയിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആ ഒരു പാനിൽ തന്നെ വെച്ചിരുന്നാൽ നല്ലപോലെ റോസ്റ്റ് ആയിട്ട് കിട്ടും. അതിനുശേഷം തണുത്തിട്ട് നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇതിൽ നിന്ന് വളരെ കുറച്ച് മാത്രമേ നമുക്കിപ്പോൾ ആവശ്യമുള്ളൂ. അപ്പോൾ ചിക്കൻ ഞാൻ ഇവിടെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ വലിയ സൈസായിട്ടാണ് കട്ട് ചെയ്തെടുത്തുള്ളത്. ഒരു ചിക്കന് 8 പീസായിട്ടുള്ള രീതിയിലാണ് കട്ട് ചെയ്തിട്ട് മാറ്റിയിട്ടുള്ളത്. ഇനി ഇതിൽ നന്നായിട്ട് ഫോർക്ക് വെച്ചോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും വെച്ച് നന്നായിട്ടൊന്ന് കുത്തി കൊടുത്താൽ മസാല ഉള്ളിൽ നന്നായിട്ട് പിടിച്ച് കിട്ടും. ഇനി നമുക്ക് ഇതിലേക്കുള്ള മാരിനേഷൻ തയ്യാറാക്കാം. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റിയ മന്തി മസാലയും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. അതുപോലെ മെയിനായിട്ട് വേണ്ടത് ഈ ഒരു ചിക്കൻ ക്യൂബാണ്, മാഗിയുടെ ഈ ഒരു ചിക്കൻ ക്യൂബ്. ഇതിൽ 2 ക്യൂബ്സ് ആണ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ 2 ക്യൂബ്സ് ഇതിലേക്കായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏകദേശം എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഈ ഒരു ചിക്കൻ ക്യൂബ് വാങ്ങിക്കാനായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ 1 കിലോ അരിയുടെ അളവിലാണ് ഞാൻ എല്ലാ മെഷർമെൻറ്റും പറയുന്നത്. അതിലേക്ക് കുറച്ച് ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ ഈ ഒരു മാഗി ക്യൂബിൽ നല്ല ഉപ്പ് രസം ഉണ്ടാവും. അതുപോലെ തന്നെ 1 ബേ ലീഫും പിന്നെ 2 ഗ്രാമ്പു പിന്നെ 2 ഏലക്ക 3-4 ചെറിയ പീസ് പട്ട ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ ചെറുനാരങ്ങയുടെ പകുതി ജ്യൂസ് ഇതിലേക്ക് പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ചിക്കൻ ഞാൻ നേരത്തെ കഴുകിയിട്ട് സ്ട്രെയിനറിലേക്ക് ഇട്ടത് കൊണ്ട് തന്നെ നല്ലപോലെ വെള്ളമൊക്കെ പോയിട്ടുണ്ട് ചിക്കനിൽ. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ചിട്ടാണ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. കുറച്ചൊന്ന് പേസ്റ്റായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചിക്കൻ കഴുകിയിട്ട് ആ ഒരു ചിക്കനിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടെന്നാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കുക. ചിക്കൻ ഡയറക്റ്റായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചിക്കനിൽ ഒട്ടും തന്നെ വെള്ളം ഇല്ലാത്തതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് അതിന് ശേഷം ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ചിക്കൻ്റെ എല്ലായിടത്തും നല്ല രീതിയിൽ വരുന്ന രീതിയിൽ ഒന്ന് പുരട്ടിയെടുക്കാം. അപ്പോൾ ഈ ഒരു മാരിനേഷൻ നിങ്ങൾ ഒരു 6 മണിക്കൂറൊക്കെ മുന്നേ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. അതുപോലെ ചിക്കൻ്റെ ഉൾഭാഗത്തൊക്കെ നല്ലപോലെ മസാല പിടിച്ചിരിക്കും. ഞാനിപ്പോൾ 2 മണിക്കൂറോളം മാറ്റി വെക്കുന്നുണ്ട്. അതിന് മുമ്പായിട്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ കുറച്ചൊരു കളർ വേണമെന്ന് കരുതിയിട്ട് കുറച്ച് റെഡ് ഫുഡ് കളറ് കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ ഒഴിവാക്കാം. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രം ചെയ്തതാണ്. വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല. മാക്സിമം നമ്മൾ കളറൊക്കെ ഒഴിവാക്കുന്നതാണല്ലോ നല്ലത്. അപ്പോൾ ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചു. 2 മണിക്കൂർ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം നമുക്ക് അരി ഒന്ന് കുതിർത്ത് വെക്കണം. അതിന് മുമ്പായിട്ട് ഒന്ന് കഴുകിയെടുക്കണം. ഇതുപോലുള്ള മന്തി റൈസാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സെല്ല ഗോൾഡ് എന്നുള്ള ഒരു നല്ലൊരു റൈസ് ഉണ്ട്. ആ ഒരു റൈസ് ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നല്ല സ്റ്റിഫായിട്ട് തന്നെ റൈസ് കിട്ടുന്നുണ്ട്. ഈ ഒരു റൈസ് വെച്ച് ഞാൻ ഫസ്റ്റ് ടൈം ആയിരുന്നു ചെയ്തത്. അപ്പോൾ എനിക്ക് പേഴ്സണലി സെല്ല റൈസാണ് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത്. അത് കുറച്ചുകൂടി യെല്ലോയിഷ് കളറിലാണ് വരിക. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം കുതിർക്കാനായിട്ട് മാറ്റി വെച്ചു. അപ്പോൾ കുതിർത്തതിന് ശേഷം കഴുകുകയാണെങ്കിൽ അരിയൊക്കെ പൊട്ടിപ്പോകും. ഇനി ഈ ഒരു റൈസ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണ് വലിയ ജീരകം 1 ടീസ്പൂൺ ചെറിയ ജീരകവും 1 ഉണക്ക നാരങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, നമുക്ക് റൈസിന് എത്രയാണോ ഉപ്പ് വേണ്ടത് ആ ഒരു രീതിയിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു. അപ്പോൾ കുറച്ച് മന്തി മസാല ഈ ഒരു സമയത്ത് ഈ വേവിക്കുന്ന വെള്ളത്തിൽ കൂടി ഇട്ടാൽ നല്ലതായിരിക്കും. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ചേർത്തിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ വേവിച്ചെടുക്കുമ്പോൾ ഏകദേശം ഒരു 3/4 വേവാകുമ്പോൾ നമുക്കിത്
ഈ പാത്രത്തിൽ നിന്ന് മാറ്റാം. എന്നിട്ട് ബാക്കി നമ്മൾ കുക്കറിലാണ് ചെയ്തെടുക്കുന്നത്. ചിക്കനും അതുപോലെ തന്നെ ബാക്കിയുള്ള റൈസ് കൂടി ഒന്ന് വേവിച്ചെടുക്കുന്നത് കുക്കറിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ സാധാരണ വലിയ കുക്കറിലാണ് ചെയ്യാറ്. അപ്പോൾ ഇന്ന് ചെറിയ കുക്കർ ആയതുകൊണ്ട് തന്നെ ഈ മുഴുവൻ റൈസും അതിലേക്ക് ഇടാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പകുതി റൈസ് കുക്കറിലേക്ക് മാറ്റും. അതുപോലെ തന്നെ പകുതി ഇതിൽ വെച്ചിട്ട് തന്നെ മുഴുവനായിട്ട് വേവിച്ച് ഊറ്റിയെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ഏകദേശം ഇവിടെ മുക്കാൽ വേവ് ആവാൻ പോകുന്ന സമയത്ത് ഞാൻ കുക്കറിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കുക്കറിൻ്റെ അടിഭാഗത്തായിട്ട് ഇതുപോലെ ചിക്കന് നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 കിലോ റൈസ് എടുക്കുമ്പോൾ നിങ്ങൾ ഏകദേശം ഒരു 1.5 കിലോ എങ്കിലും ചിക്കൻ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ചിക്കൻ എത്ര ആൾക്കാരുണ്ട് അതിനനുസരിച്ച് പീസ് എടുക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു വിസിൽ വരുന്നത് വരെയാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. പക്ഷേ എന്നാലും നല്ല രീതിയിൽ കുക്കായി കിട്ടും ചിക്കൻ. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ നിങ്ങൾ ആരും തന്നെ വിചാരിക്കേണ്ട ഒരു വിസിലിന് ഇത് വെന്ത് കിട്ടുമെന്ന്. അപ്പോൾ ഇവിടെ റൈസ് ഏകദേശം മുക്കാൽ വേവായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചൂടോട് കൂടി തന്നെ നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന റൈസ് ചിക്കൻ്റെ മുകളിലേക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ തണുത്തതിന് ശേഷം ഇടാതിരിക്കുക. ഇതുപോലെ ചൂടോട് കൂടി തന്നെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് ലെവൽ ചെയ്തിട്ട് ഒരു വിസിൽ അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വരാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു വിസിൽ വന്നിട്ട് അതിൻ്റെ എയറൊക്കെ പോയതിന് ശേഷം ഞാൻ ഓപ്പൺ ചെയ്തു. അപ്പോൾ റൈസൊക്കെ മുഴുവനായിട്ട് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ മാറ്റി വെച്ചിരുന്നല്ലോ മുഴുവനായിട്ട് കുക്ക് ചെയ്ത റൈസ്, അത് ഒരു വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു കുക്കറിലുള്ള റൈസ് കൂടിയിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കുക്കറിലുള്ളത് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലെ ചിക്കൻ പീസസൊക്കെ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. കുക്കറിൻ്റെ അടിഭാഗത്ത് കരിഞ്ഞു പോവുക അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. കറക്റ്റ് ഒരു വിസിൽ വരെ, 2 വിസിലൊന്നും നിങ്ങൾ ചെയ്യരുത്, ഒരു വിസിൽ മാത്രം വന്നാൽ മതിയാവും. നല്ല രീതിയിൽ തന്നെ ചിക്കനൊക്കെ കുക്കായി കിട്ടും. അതുപോലെ റൈസും പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഇതിൽ നിന്ന് ചിക്കന് ഒന്ന് മാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് റൈസ്. അപ്പോഴാണ് നമുക്ക് എല്ലായിടത്തും ഒരേ രീതിയിൽ ആ ഒരു ചിക്കൻ്റെ ഫ്ലേവറൊക്കെ വന്ന് നമ്മൾ ഇട്ട് കൊടുത്ത മസാലയുടെ ഫ്ലേവറൊക്കെ റൈസിൽ മുഴുവനായിട്ട് വരും. ഇനി നമുക്ക് ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്യാനായിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് എണ്ണയിൽ ചെയ്താൽ മതി. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ 2 സൈഡും ചെറിയൊരു കളർ ചേഞ്ച് ആവുന്നത് വരെ ഒന്നങ്ങ് ഫ്രൈ ചെയ്തെടുക്കുക. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ നമ്മളൊരു പാത്രത്തിൽ വെച്ചല്ലോ റൈസ്, അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ചിക്കൻ പീസസ് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇനി നമുക്കൊരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചിരട്ട ഒന്ന് കത്തിച്ചെടുത്തിട്ട് അതിൻ്റെ കനലിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ അടച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്മോക്കി ഫ്ലേവർ താല്പര്യമുള്ളവർ അങ്ങനെ ചെയ്യുക. അപ്പോഴാണ് കറക്റ്റ് ആ ഒരു മന്തിയുടെ ടേസ്റ്റ് വരിക. അപ്പോൾ ചാർക്കോൾ കയ്യിലുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്താൽ മതി. അപ്പോൾ ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യുക. ചിക്കനൊക്കെ നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് ഈ ഒരു മന്തി. അപ്പോൾ തയ്യാറാക്കാത്തവരൊന്ന് ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതിൻ്റെ കൂടെ ഞാൻ മന്തി സോസും അതുപോലെ മയോണൈസും ആണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക് യു.